ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് കണ്ടാക്കിയാലോ. ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ, അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ ഇവർ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വേദയുടെ മുത്തശ്ശി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തൊന്നും കയറുന്നില്ല, വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് വേദന മുത്തശ്ശിയോട്, വേദന അച്ഛനോട് ഇതൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറയും, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര നാളാണ്, ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നവരൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ മുത്തച്ഛന്മാർ തമ്മിൽ കുട്ടീനെ കുഞ്ചിക്കാനുള്ള മത്സരമല്ലായിരിക്കും ഇല്ലേ സുധാകര ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛനൊന്നും വേണ്ടാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. എന്നിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം വരാം, ബാക്കി നമുക്ക് അപ്പോൾ സംസാരിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി കയറി ഒരു വിസിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ആ പോട്ടെ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കയറിയപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശി ആദ്യം നോക്കിയപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ ഇരുത്തം. അപ്പോൾ നമ്മുടെ വിനായകൻ്റെ കൂടെ ഇരിക്കേണ്ടത് വിക്രാണ്. മുത്തശ്ശി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുത്തശ്ശി എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിനായകൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഏടത് എനിക്കല്ല നിനക്കാ നല്ല പെട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ചിരിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് അവൻ്റെ അടുത്ത് കയറിയിരിക്കണേന്ന്. ഞാൻ അവൻ്റെ അടുത്ത് കയറിയിരുന്നല്ല, അവനാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. എന്നാൽ പിന്നെ എനിക്ക് മാറിക്കൂടി അവിടുന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനി ആ ബാക്കിലത്തെ സീറ്റിൽ ചെന്നിരിക്കെ, അവൻ നിൻ്റെ അടുത്ത് വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി ചിരിച്ചിട്ട് എന്നിട്ട് ബാക്കിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനായകൻ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വേദന എടുത്തിരിക്കുന്നത് ശ്രീജിയാണേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ശ്രീജിയെ നീയാണോ വേദന കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? അല്ല മുത്തശ്ശി, അല്ല അച്ഛമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ അവളുടെ കൂടി ഇരിക്കണേ, നീ എൻ്റെ വിഷൻ്റെ അടുത്ത് നിന്നിരിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷേട്ടൻ പറയുന്നുണ്ട്, ഇത് ഒറ്റ സീറ്റാറ്റ അച്ഛമ്മേ, ഇതിൽ സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ ആ ബാക്കിലേക്ക് പോയിരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രീജി എടുത്ത് കഴിഞ്ഞിട്ടു. അപ്പോൾ നമ്മുടെ വിക്രമിനോട് പറയുന്നുണ്ട്, വിട്ടു പോത്തെ, നിന്നോട് ഞാൻ ആദ്യം പറയണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെല്ല എനിച്ചിട്ട് വേദന എടുത്ത് തന്നിരുന്നു കേട്ടോ. വിക്രം പറയുന്നുണ്ട് വേദന എടുത്ത്, എനിക്കറിയാടി ഇത് നീയും തള്ളയും കൂടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് എന്ന് പറയും. പിന്നെ നിങ്ങളുടെ അടുത്തിരിക്കാൻ കൊതിച്ചിട്ടല്ലേ, അങ്ങനെ ഒരു കൊതിയില്ല, പിന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം സാനിറ്റൈസർ എടുത്തിട്ട് കൈയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സാനിറ്റൈസറോ? അത്രയും വലിയ വൈറസ് എല്ലാം എടുത്തിരിക്കുന്നത്, വല്ല തൊട്ടോ പിടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. എന്താടാ അവിടെ ഒരു പിറുപിറുപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല അച്ഛമ്മേ ഒരു സാനിറ്റൈസറിൻ്റെ കാര്യം എന്തിനാണെന്ന് ചോദിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം, അല്ല എല്ലാവരും യാത്ര പോവില്ലേ അച്ഛമ്മേ, അതുകൊണ്ട് എടുത്ത് വെച്ചതാ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ കാര്യം നമ്മൾ അമ്പലത്തിലേക്ക് തന്നെയാണ് പോണത്, അതിന് ഇവിടുന്ന് തൊട്ടേ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എടാ വിനായക, നിൻ്റെ വണ്ടിയിൽ വല്ല പാട്ടും ഉണ്ടടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സജീവ ഒരു പാട്ടിട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിനായകൻ. അപ്പോൾ പാട്ടൊക്കെ ഇടാം, കൂത്ത് പക്ഷേ അച്ഛമ്മ കളിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ചു. അപ്പോൾ ഓരോരുത്തർ എനിക്ക് നന്നായി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അതിൻ്റെ ഇടയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ കൈയോട് ഇങ്ങനെ താളമൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് വയ്ക്കുമ്പോൾ ഓരോ അച്ഛമ്മയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ കമലമ്മോട് പറയേണ്ട, അച്ഛൻ അയ്യോ ഒന്നും മിണ്ടാതിരിക്കാൻ പറ, ആൾക്കാരെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറയേണ്ടത്. അപ്പം നിങ്ങളുടെ അമ്മയുടെ കാര്യം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ കമലമ്മ. അത് കഴിഞ്ഞ് ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പം അച്ഛമ്മ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അടുത്തത് ഒരു പ്രണയകഥയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അത് ആരുടെയാന്ന് ഊഹിച്ച് പറയുന്നവർക്ക് ഈ മോതിര സമ്മാനം എന്ന് പറഞ്ഞിട്ടൊരു മോതിരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിനി എടുത്ത വഴിക്ക് പറഞ്ഞു, വേദനയും വിക്രമിൻ്റെയും എന്ന് പറഞ്ഞിട്ട്, നീ പൊട്ടത്തരം പറഞ്ഞിട്ട് വിഡിത്തരം പറഞ്ഞിട്ട് അത് ചാൻസ് കളയുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയും. അപ്പോൾ നന്ദിൻ്റെ മുഖമൊക്കെ പോട്ടോ. അപ്പോൾ നമ്മുടെ വിശ്വേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അച്ഛമ്മടി ആയിരിക്കും എന്ന് പറയും. ഒരിക്കലും അല്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, അച്ഛൻ്റെ അമ്മയുടെയാണോ മുത്തശ്ശി അച്ഛമ്മേ, അല്ല ഒന്ന് ഗസ്റ്റ് ചെയ്തതാ എന്ന് പറഞ്ഞു. കറക്റ്റ് എന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് നിനക്ക് ഇരിക്കട്ടെ മോതിരം എന്ന് പറഞ്ഞിട്ട് മോതിരം കൊടുത്തു. മോതിരം കൊടുത്തപ്പോഴേക്കും നന്ദിയുടെ മുഖം പോയിട്ട്, കണ്ടാ തള്ള, നിങ്ങൾക്ക് പറയാറുന്നില്ലേ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നതല്ലേ അച്ഛൻ്റെ അമ്മേനെ പ്രണയകഥ, എന്നിട്ട് ഒരു ചാൻസ് ഇതിനെ കളഞ്ഞത് കണ്ട, ഒരു പാമ്പ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ നന്ദിനി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അച്ഛൻ, അയ്യോ ഈ അമ്മയ്ക്ക് നാണം കെടുത്താനായിട്ട് അമ്മ ഒന്നും മിണ്ടാതിരുന്നേന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നമ്മുടെ കമലമ്മയും പറഞ്ഞു, അമ്മ മിണ്ടാതിരിക്കാമേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താടി മൂത്ത മോന് കൊച്ചി കഴിഞ്ഞപ്പോഴാണോ നിനക്ക് നാണം എന്ന് പറയുന്നുണ്ട്. അപ്പം നാണല്ല അമ്മേ, നാണക്കേടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വേണ്ട, നിങ്ങൾ ടൈപ്പ് റൈറ്റിങ്ങിന് പോയിട്ട് പ്രേമിച്ചതും വീട്ടുകാരെ എതിർത്തപ്പോൾ ഒളിച്ചോടാൻ നിന്നതും പിന്നെ അച്ഛനെ എതിർത്തപ്പോൾ അച്ഛൻ്റെ ഒരു തരി സ്വത്ത് പോലും വേണ്ടാന്ന് പറഞ്ഞ് നിൻ്റെ കൈ പിടിച്ച് അവൻ ഇറങ്ങിപ്പോയതൊന്നും ഞാൻ പറയണില്ല പോരെ എന്ന് ചോദിച്ചിട്ട്. അപ്പം നന്ദിനി പറഞ്ഞു, അത് ശരി, ഇത്ര വലിയൊരു രഹസ്യമല്ലേ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, പിന്നെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, നാണക്കേട് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മോൻ ആ കാര്യത്തിൽ അഭിമാനി, അവൻ ഇന്നവരെ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു തരി സ്വത്തോ ഒന്നും മേടിച്ചിട്ടില്ല. അത് ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനോട് അത് പറയാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറുമക്കൾക്ക് അത്ര അങ്ങോട്ട് പോരാ, മൂന്നാമത്തവൻ ആ വാക്ക് പാലിക്കുന്ന എനിക്ക് തോന്നുന്നു
പറയുന്നുണ്ട്. അപ്പോൾ കേട്ടില്ലേ അച്ഛമ്മയുടെ ഇത് കേട്ടില്ലേ, അതൊന്ന് പാലിക്കാൻ മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോടി ഇടുന്നു. അപ്പം അച്ഛമ്മയ്ക്ക് അല്ലടാ വെട്ട് പോത്തേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ശരി അച്ഛമ്മേ ശരിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വഴിക്കിൽ എല്ലാവരും നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കുറച്ച് പാട്ടും ഡാൻസും കളികളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വന്നിട്ട് അച്ഛമ്മ അങ്ങനെ വിളിക്കുന്നുണ്ടാ, നീ റിട്ടയർ ആയിട്ട് കൊല്ലം കുറയില്ലേ, ഇപ്പോഴാ ചോറിലും പിടിച്ചുകൊണ്ട് നടക്കുകയാണോ, നിൻ്റെ മനസ്സ് വന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലത്തിലെത്തിയപ്പോൾ മുത്തശ്ശി എല്ലാവരെയും നിർത്തി സെൽഫിയും അതൊക്കെയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ പുതിയ വ്ളോഗിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നത്, അയ്യേ അച്ഛമ്മ ഇതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടാൻ പോകണോ? അല്ല അത് പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ അഡ്മിനും ഒക്കെ ഞാൻ തന്നെയല്ലേ, ക്യാമറമാനൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇടാൻ പോവാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ പ്രണയകഥയും കൂടി പറയണം നിങ്ങൾ നാളെ മുതൽ, അപ്പോൾ എനിക്കൊരു പുതിയ കണ്ടൻറ്റ് പോയി. അപ്പോൾ നമ്മുടെ വിക്രം അയ്യേ എന്ന് പറയും. എന്തേ? അപ്പോൾ വേദോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ പറയാനൊക്കെ ഇല്ലേ? അതെ അച്ഛമ്മേ, ഭക്തിയും സംഘട്ടനും ഹൽദിയും എല്ലാം ആയിട്ട് നല്ലൊരു കളർഫുള്ളായിരുന്നു. എനിക്കറിയാം, കുറച്ച് കഥയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതല്ലേ മറ്റേ വാർത്തയിൽ കൂടിയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, ഞാൻ രാവിലെ തന്ന ബാഗിൽ ഇവനുള്ളൊരു ഷർട്ടും മുണ്ടുണ്ട്, അത് ഉടുപ്പിച്ചിട്ട് കൊണ്ടുപോരെ, അമ്പലത്തിലേക്ക് കോട്ടും സൂട്ടും പാപ്പാസൊന്നും ഇട്ട് കയറണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അമ്മ വന്നിട്ട് വന്ന കാര്യം നടത്താൻ നോക്ക്, വേണ്ടാത്ത അതൊന്നും പറയണ്ടേ, അതിൻ്റെ ഇവിടെ പൂജ കഴിഞ്ഞ് തിരുമേനി വരുന്ന സമയമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് അമ്പലത്തിൻ്റെ നടക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ വിക്രം നല്ല സുന്ദരകുട്ടനായിട്ട് വെള്ളയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും മാല മാറ്റാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട്, താലികെട്ടോ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ, ഇതെങ്കിലും ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് തിരുമേനിയോട് പറയുന്നുണ്ട്, നന്നായി പ്രാർത്ഥിച്ചിട്ട് കൊടുത്തോളൂ തിരുമേനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. തിരുമേനി മാല എടുത്തിട്ട് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ല സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ, ആരും കാണാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം.